ഹായ്, ഇത് തക്കാളി. അപ്പോൾ ഞാനിന്ന് വിളവെടുത്ത തക്കാളി കേട്ടോ. ഇത് ചെറി ടൊമാറ്റോയും ഇത് നമ്മുടെ നോർമൽ ടൊമാറ്റോ. അപ്പോൾ തക്കാളി കൃഷി ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ തക്കാളി ഈ കായുടെ ഈ അടിഭാഗത്തായിട്ട് ചീഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒരു കറുത്ത നിറത്തിൽ അത് ചീഞ്ഞു പോകുന്നൊരവസ്ഥ. അതിനെ ബ്ലോസം എൻറൂട്ട് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ബ്ലോസം എൻറൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി എന്നല്ല ഏത് പച്ചക്കറിയാണെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ കുമ്മായം ഇട്ട് ഒരുക്കുക, കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യാവുള്ളൂ. ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, മണ്ണൊരുക്കുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ ആ വീഡിയോ നോക്കാം കേട്ടോ. അപ്പോൾ കുമ്മായം ചേർത്ത് ഒരുക്കിയ മണ്ണിൽ ഈ തക്കാളി നമ്മൾ തൈകൾ പറിച്ചു നട്ടാണല്ലോ തക്കാളി കൃഷി ചെയ്യുന്നത്. അപ്പോൾ തക്കാളി കൃഷിക്ക് ആ കുമ്മായം ചേർത്ത് ഒരുക്കിയ മണ്ണ് എടുക്കുന്നതോടൊപ്പം 2 ആഴ്ച കൂടുമ്പോൾ, ഏകദേശം തൈകളായിരിക്കുമ്പോൾ ചേർക്കണമെന്നില്ല, കായ പിടിച്ചു തുടങ്ങുന്നതിന് പൂവിടുന്നതിന് ഒരാഴ്ച മുന്നേ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം നമ്മുടെ കൈക്ക് ഒരു പിടി മണ്ണിൽ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പോൾ ഇത് അല്ല ഇതിൽ കാണുന്നില്ല, നിങ്ങൾക്കറിയാം പലരുടെയും പ്രശ്നമാണ് തക്കാളിയുടെ കായയുടെ ഈ ചൂട് ഭാഗത്ത് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ കുമ്മായം ചേർത്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് കുമ്മായത്തിൻ്റെ ആവശ്യമില്ല, ഡോളോമൈറ്റ് ആയാലും മതി. ഡോളോമൈറ്റിലാകുമ്പോൾ മഗ്നീഷ്യം കൂടി ഉണ്ടാവും. അപ്പോൾ തക്കാളിക്കൊക്കെ ഡോളോമൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു കൈപ്പിടിക്ക് ഡോളോമൈറ്റ് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് എൻ്റെ ടൊമാറ്റോ പ്ലാന്റ്. ഇത് സഹോ എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ. നമ്മുടെ ചൂട് കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സഹോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സഹോ അല്ലെങ്കിൽ ശിവ പോലുള്ള വെറൈറ്റികൾ നിങ്ങൾക്ക് ചൂട് കാലത്ത് നട്ടുപിടിപ്പിച്ചാൽ നന്നായിട്ട് കാപിടുത്തം ഉണ്ടാവും കേട്ടോ. അതോടൊപ്പം ഈ തക്കാളിക്കൊക്കെ പരാഗണം നടക്കാൻ, ഇപ്പോൾ നമ്മൾ ഒത്തിരി കീടനാശിനിയൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ പരാഗണം നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തക്കാളി ചെടി പൂടുന്ന സമയത്ത് തക്കാളി ചെടിയുടെ മുകളിലൂടെ അല്പം വെള്ളം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ ടിപ്പ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.